the ball in, Obecha! Hi listeners, welcome to a special episode of God's Own Football. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് നമ്മുടെ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. കാരണം നമുക്ക് ഒരു സ്പെഷ്യൽ ന്യൂസ് കിട്ടിയിട്ടുണ്ട്. ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് എസ്പെഷ്യലി ഒരു സ്പെഷ്യൽ ന്യൂസ് ഉണ്ട്. അതായത് സെർജിയോ സിഡോഞ്ച എന്ന് പറയുന്ന നമ്മുടെ ക്യാപ്റ്റൻ ഇഞ്ചുറി ആയി പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ റീപ്ലേസ്മെന്റ് ആയിട്ട് ക്ലബ് ഒരു പുതിയ പ്ലെയറിനെ സൈൻ ചെയ്തു. ജുവാൻഡെ ലോപ്പസ് എന്ന് പറയുന്ന സ്പാനിഷ് താരമാണ്. 34 വയസ്സുള്ള ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണ്. അവസാനമായി കളിച്ചത് എ ലീഗിലാണ്. അപ്പൊ നമുക്ക് ജുവാൻഡെ ലോപ്പസിനെ പറ്റിയുള്ള വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് മെയിൻലി നമ്മൾ ഈ എപ്പിസോഡ് റിലീസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിലെ കാര്യങ്ങളിലോട്ട് കടക്കാം. ആദ്യം വിവേകേട്ടൻ, നമുക്ക് ആ പ്ലെയറിനെ പറ്റിയുള്ള ഒരു ചെറിയ ഹിസ്റ്ററി ഒന്ന് തരാൻ പറ്റുമോ? ജുവാൻഡെ റയൽ ബെറ്റിസിന് വേണ്ടി സെക്കൻഡ് ഡിവിഷൻ അവർക്ക് നേടിക്കൊടുത്തിട്ടുണ്ട്. ലാലിഗ 2 അതാണ് സെക്കൻഡ് ഡിവിഷൻ. പിന്നെ എ ലീഗിൽ പെർത്ത് ഗ്ലോറിക്ക് വേണ്ടി അവർ എന്താണ് ലീഗ് വിന്നേഴ്സ്, അതായത് അവർ പ്രീമിയർ എന്ന് പറയും, എ ലീഗിന് പ്രീമിയർ. അപ്പോൾ അത് കിട്ടിയ ടീമിൽ പുള്ളി ഉണ്ടായിരുന്നു. പുള്ളി ഒരു സോളിഡ് പ്ലെയർ ആണെന്നാണ് കേൾക്കുന്നത്. അത്യാവശ്യം സോളിഡ് ആയിട്ട് മീൻസ് ഒരു നമ്മുടെ ഒരു കോർ ടീം എന്നൊക്കെ പറയുന്നത്, അതിൽ എന്താണ് പെർത്ത് ഗ്ലോറിയുടെ കോർ ടീമിൽ പുള്ളി ഉണ്ടായിരുന്നു. ഓഗസ്റ്റിലാണ് അവസാനം കളിച്ചത് പുള്ളി. ഓഗസ്റ്റിൽ അവസാനം കളിച്ചുകൊണ്ട് മാച്ച് ഫിറ്റ്നസ് എങ്ങനെയുണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ. അത് മെഡിക്കൽസ് ഒക്കെ കഴിഞ്ഞ് പുള്ളി ഇവിടെ ലാൻഡ് ചെയ്തു എന്നാണ് നമ്മൾ കേട്ടത്. ഇനിയിപ്പം എങ്ങനെയാണ് ക്വാറന്റൈൻ ഒക്കെ കഴിഞ്ഞ് നമുക്ക് വേണ്ടി എപ്പോൾ കളിക്കാൻ പറ്റുമെന്നൊന്നും നമുക്ക് വലിയ ഡീറ്റെയിൽ അറിഞ്ഞുകൂടാ. എന്നാലും നോക്കാം. പക്ഷെ നല്ലൊരു സൈനിങ് ആണ്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഡിഫൻസീവ് കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ അതൊരു നോക്കുമ്പോൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്തതെന്ന് വെച്ചാൽ സിഡോ പോകുമ്പം ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറോ അല്ലെങ്കിൽ ഒരു സ്ട്രൈക്കറോ അല്ലെങ്കിൽ ഒരു വിങ്ങറാണ് റീപ്ലേസ്മെന്റ് എല്ലാവരും എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ ഇതൊരു ഒരു ട്വിസ്റ്റ് എന്ന് പറയാം. അത് എനിക്ക് നല്ലൊരു ടാക്ടിക്കൽ റീപ്ലേസ്മെന്റ് എന്ന് പറയാം നമുക്ക്. കോച്ചിന്റെ സൈഡിൽ നിന്നും നമ്മുടെ സ്പോർട്സ് ഡയറക്ടറിനും സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ. അപ്പൊ എന്തായാലും 34 വയസ്സുള്ള പ്ലെയർ ആണ്. അപ്പൊ ആള് കളിച്ചു തുടങ്ങിയത് എനിക്ക് തോന്നുന്നു സീനിയർ കരിയർ കളിച്ചു തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം 15 കൊല്ലത്തോളം ആയി. റയൽ ബെറ്റിസിന്റെ യൂത്ത് സിസ്റ്റത്തിൽ നിന്ന് വന്നു. പിന്നെ അതുപോലെ വിവേകേട്ടൻ പറഞ്ഞ പോലെ റയൽ ബെറ്റിസിന് സെക്കൻഡ് ഡിവിഷൻ, സ്പാനിഷ് സെക്കൻഡ് ഡിവിഷൻ, സെഗുണ്ട ഡിവിഷൻ നേടിക്കൊടുത്ത ടീമിലെ അംഗമായിരുന്നു. അതുപോലെ വേറൊരു ക്ലബ്ബ് ഗ്രനാഡയ്ക്ക് വേണ്ടിയും ലലീഗ കളിച്ചിട്ടുണ്ടെന്ന് കേൾക്കുന്നു. ഒരു ചാമ്പ്യൻസ് ലീഗ് അപ്പിയറൻസ് ഉണ്ടെന്ന് കേൾക്കുന്നു. അതുപോലെ ഇറ്റലിയിലും ബെൽജിയത്തിലും ഒക്കെ കളിച്ചിട്ടുണ്ട്. അവസാനം കളിച്ചത് ഈ നേരത്തെ പറഞ്ഞ പോലെ എ ലീഗിലാണ്. എ ലീഗില് പുള്ളി 2018-19 സീസണിൽ എന്താ പറയാ, ലീഗ് ടൈറ്റിൽ അല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ലീഗ് സ്റ്റേജ് ജയിക്കുന്നത് കഴിഞ്ഞ തവണ FC ഗോവ ജയിച്ച പോലെ ലീഗ് വിന്നേഴ്സ് ഷീൽഡിന് സെയിം ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട് അവിടെ. അതാണ് അവര് പെർത്ത് ഗ്ലോറി അവിടെ ജയിച്ചത്. ആ ടീമിലെ മെയിൻ മെമ്പർ ആയിരുന്നു. അപ്പൊ അതൊക്കെയാണ് പ്ലെയറെ പറ്റിയുള്ള വിശേഷങ്ങൾ. അപ്പൊ ഇനി നമുക്ക് ഈ സൈനിങ്, അതായത് ഇപ്പൊ ഓബ്വിയസ്ലി ഫാൻസിന്റെ ഇടയിലുള്ള ഏറ്റവും വലിയ ഡൗട്ട് എന്ന് പറയുന്നത് സിഡോ, വിവേകേട്ടൻ വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിരുന്നു സിഡോ. ഒരു അറ്റാക്കിംഗ് റോളിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. ആൾ ഇഞ്ചുറി ആയി തിരിച്ച് സ്പെയിനിലോട്ട് പോയി. ഇനി അപ്പോ റീപ്ലേസ്മെന്റ് ആയിട്ട് വരുന്ന ഒരു പ്ലെയറും എന്താണ് ഒരു അറ്റാക്കിംഗ് സ്വഭാവമുള്ള ഒരു പ്ലെയർ ആയിരിക്കും എന്നാണ് ഫാൻസ് പൊതുവെ വിചാരിച്ചത്. അതുകൊണ്ട് ഷോർട്ട് ലിസ്റ്റിലും, അതായത് എസ് ഡിയുടെ ടീമും ആദ്യം തയ്യാറാക്കിയ ഷോർട്ട് ലിസ്റ്റിലും ഒരു 1-2 അറ്റാക്കിംഗ് പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു എന്നും കേൾക്കുന്നു. അപ്പോ എന്നിട്ടും ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറെ സൈൻ ചെയ്യുമ്പോൾ ഓബ്വിയസ്ലി പല ഫാൻസിനും ഒരു തരം എന്താ പറയാ, നിരാശ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് വരാത്ത ഒരു സൈനിങ് പോലെ ചില ഫാൻസിനൊക്കെ തോന്നുന്നുണ്ട്. അപ്പോ അടുത്ത് നമ്മൾ ചെല്ലുന്നത് കൃഷ്ണൻ ബ്രോയിലോട്ടാണ്. കൃഷ്ണൻ ബ്രോ, ഈ സൈനിങ്ങിന്റെ ഒരു ഔചിത്യം അല്ലെങ്കിൽ ഈ സൈനിങ് ഒരു ഡിഫൻസീവ് സൈനിങ് എന്തുകൊണ്ട് നടത്തി എന്നുള്ളതിനെ പറ്റി നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു തരും. നമുക്ക് നോക്കാം. കൃഷ്ണൻ ബ്രോ, ടേക്ക് ഇറ്റ്. അല്ല, ഇത് ഇപ്പൊ ജുവാൻഡെ എന്ന് പറയുന്ന ഒരു പക്ക ടീം പ്ലെയർ ആണ്, ഒരു പക്ക ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണ്. അപ്പൊ ഈ ജുവാൻഡേനെ സൈൻ ചെയ്യാന്ന് പറഞ്ഞ ഈ ലാസ്റ്റ് 2, അതായത് ഇപ്പൊ ഹരിബ്രോ ഒക്കെ പറഞ്ഞ പോലെ ഒരുപാട് ഹിസ്റ്ററി ഉള്ള പ്ലെയർ ആണ്. ലാസ്റ്റ് 2 സീസൺ എടുത്തു കഴിഞ്ഞാൽ
പെർത്ത് ഗ്ലോറിക്ക് വേണ്ടി ഓൾമോസ്റ്റ് എവരി കളി പുള്ളി കളിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഒറ്റ കളി മിസ് ചെയ്തിട്ടില്ല. അപ്പൊ ആള് ഒരു ഫിറ്റസ്റ്റ് പ്ലെയർ തന്നെയാണ്. പക്ഷേ വിവേക് ബ്രോ പറഞ്ഞ പോലെ ലാസ്റ്റ് കളി ഓഗസ്റ്റിലായതുകൊണ്ട് എത്ര മാച്ച് ഫിറ്റ്നസ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. പിന്നെ ടാക്ടിക്കലി നോക്കിക്കഴിഞ്ഞാൽ ജുവാന്റെ മിക്കവാറും കളിക്കാൻ പോകുന്നത് അതായത് വിസന്റെ നേരത്തെ കളിച്ചുകൊണ്ടിരുന്ന രജിസ്റ്റാർ റോളായിരിക്കും. അതായത് നമ്മൾ കിബൂഡ സിസ്റ്റത്തിൽ ഫസ്റ്റ് കളി തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ കോണയും കോസ്റ്റയാണ് ഇതുവരെ CB കളിച്ചിട്ടുള്ളത്. അതിപ്പോ അടുത്ത കളി ചിലപ്പോൾ ഇന്ത്യൻ CB ആണെങ്കിലും അവർ രണ്ടുപേരും സ്പ്ലിറ്റ് ചെയ്തിട്ട് കോസ്റ്റ വിൽ ഗോ ടു ദ ലെഫ്റ്റ് സൈഡ് ആൻഡ് കോണ വിൽ ഗോ ടു ദ റൈറ്റ് സൈഡ്. അത് കഴിഞ്ഞിട്ട് ആരാണോ DM കളിക്കുന്നത് അവർ ഡ്രോപ്പ് ചെയ്യും ആസ് എ തേർഡ് CB. അപ്പൊ അതാണ് രജിസ്റ്റർ. സെന്ററിൽ കളിക്കാൻ ഒരു തേർഡ് CB അവരുടെ കയ്യിന്ന് അൽബീനോക്ക് ഒരു ഓപ്ഷൻ ആണ്. സോ മൂന്ന് ഓപ്ഷൻ വരും. അപ്പൊ ആ ഒരു റോളിലായിരിക്കും മിക്കവാറും ജുവാന്റെ കളിക്കുന്നത്. കാരണം നമ്മൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് വിസന്റയെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിസന്റയിൽ നിന്ന് മിസ്റ്റേക്സ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ വേറൊരു ഇത് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിസന്റെ കുറച്ചും കൂടി ഒരു എന്താ പറയാ, വിസന്റയ്ക്ക് കുറച്ചും കൂടി ഒരു ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ കുറച്ചും കൂടി ഓഫർ ചെയ്യാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുള്ളി നന്നായിട്ട് ബോൾ പ്രോഗ്രഷനിൽ ഫക്കുണ്ടയോടൊപ്പം തന്നെ പ്രോഗ്രസ് എന്ന കുറച്ച് സ്ലോ ആണെങ്കിലും ഫക്കുണ്ടയോടൊപ്പം തന്നെ പ്രോഗ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് വിസന്റെ. വേറൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിഡൻജോ, ഇപ്പോൾ ഹരി പറഞ്ഞ പോലെ സിഡൻജോ ഒരു അറ്റാക്കിംഗ് മിഡ് ആയിട്ടാണ് കളിച്ചതെന്നാണ്. സിഡോ കളിച്ചിരുന്നപ്പോൾ നമ്മൾ ഫക്കുണ്ടയെ സ്റ്റാർട്ട് ചെയ്തിരുന്നില്ല. ഫക്കുണ്ട ബെഞ്ചിലായിരുന്നു. ഫക്കുണ്ട മാച്ച് ഫിറ്റ്നസ് കിട്ടിയിട്ടുണ്ടായില്ല. ഇപ്പൊ ഫക്കുണ്ട വന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ മിഡ്ഫീൽഡിൽ എങ്ങനെ, അത് മാത്രമല്ല കഴിഞ്ഞ കളി സഹൽ വന്നു. സഹൽ ഒരു വൈറ്റ് ടെൻ ആയിട്ട് കളിച്ചു, ഒരു അസിസ്റ്റും കിട്ടി. സഹലിന്റെ എനിക്ക് തോന്നുന്നു കുറച്ച് കാലമായിട്ട് സഹൽ കളിച്ചൊരു നല്ല കളിയാണ്. അതിലും നമുക്ക് ബിൽഡ് ചെയ്യേണ്ടതാണ്. കാരണം നമ്മുടെ ഒരു മെയിൻ പ്ലെയർ ആണ് സഹൽ, അതില്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇപ്പോ ജുവാൻഡയുടെ ഇത് നോക്കുകയാണെങ്കിൽ ജുവാൻഡെ ടിപ്പിക്കൽ ഒരു DM ആണ്. പാസിങ് നല്ല പാസിങ് ആണ്, ബോൾ റിട്ടൻഷൻ നല്ലോണം ഉണ്ട്, റിക്കവറി, ഇന്റർസെപ്ഷൻ എല്ലാം നല്ലതാണ്. പിന്നെ പെർത്ത് ഗ്ലോറിക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഇന്നലെ തൊട്ട് വാട്സാപ്പ് ഫോർവേഡിലൊക്കെ ഒരുപാട് വന്നു, A-ലീഗ് പ്ലെയർ ഓഫ് ദി ഇയർ ആണ് 2018-19 എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതൊക്കെ തെറ്റാണ്. പെർത്ത് ഗ്ലോറിയുടെ പ്ലെയർ ഓഫ് ദി ഇയർ ആണ്, അതായത് പ്ലെയേഴ്സ് പ്ലെയർ ഓഫ് ദി ഇയർ ആണ് ജുവാൻഡെ. A-ലീഗ് പ്ലെയർ ഓഫ് ദി ഇയർ ആ വർഷം നമുക്ക് ATK MBക്ക് വേണ്ടി കളിക്കുന്ന റോയ് കൃഷ്ണയാണ്. പിന്നെ നമുക്ക് പറയാവുന്നത് ഇപ്പൊ എന്തുകൊണ്ട് നമ്മളൊരു DMFനെ സൈൻ ചെയ്തു എന്നാണ് എല്ലാവരും ഭയങ്കരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഗോൾസ് ആണ് ആവശ്യം, എന്തുകൊണ്ട്? നമ്മൾക്ക് ഗോൾസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹൂപ്പറിനെയും മുറേനെയൊക്കെ സൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 6 ഗോള് 6 കളിയിൽ നിന്ന് അടിച്ചു. അത് സെയിം ആസ് ഹൈദരാബാദാണ്. ഹൈദരാബാദിന് 9 പോയിന്റ് ഉണ്ട്, നമുക്ക് 3 പോയിന്റ്. കാരണം എവിടെയാണെന്ന് നോക്കണം. കാരണം ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹൈദരാബാദ് കൺസീഡ് ചെയ്തിരിക്കുന്നത് 6 ഗോൾ, കേരള ബ്ലാസ്റ്റേഴ്സ് കൺസീഡ് ചെയ്തിരിക്കുന്നത് 11 ഗോൾ. അത് സെക്കൻഡ് വെസ്റ്റ് ഇൻ ISL ആണ്. അത് സെയിം ആസ് ഒഡീഷ. തേർഡ് ലാസ്റ്റ് എന്ന് പറയണത് ഈസ്റ്റ് ബംഗാളാണ്, അവർ 13 ഗോൾ കൺസീഡ് ചെയ്തു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കൺസീഡിങ് ആണ് കുറയ്ക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഡിഫൻസിലേക്ക് ഒരു പ്രൊട്ടക്ഷൻ, അതാണ് ജുവാൻഡെ. ആൻഡ് നമ്മൾ പുള്ളിയുടെ ഹിസ്റ്ററിയൊക്കെ വെച്ച് നോക്കുമ്പോൾ പുള്ളി കൊള്ളാം, ഒരു നല്ല DM തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ലൈനപ്പ് വരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ജുവാൻഡെ വിൽ സിറ്റ് ലൈക്ക് എ രജിസ്റ്റർ ആസ് ഐ സെഡ്. പിന്നെ വിസന്റെ ഒരു 8 ആയിട്ട് കളിക്കും. പിന്നെ നമ്മൾ ഫക്കുണ്ടോ 10 കളിക്കും. ആ 3 പേരെയും നമ്മൾ കളിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് 2 സ്ട്രൈക്കർ സിസ്റ്റം പറ്റില്ല, ഹൂപ്പർ അല്ലെങ്കിൽ മുറയെ കളിക്കാൻ പറ്റുള്ളൂ. കാരണം 5 ഫോറിനേഴ്സേ പറ്റുള്ളൂ. ബാക്കിൽ കോസ്റ്റയുടെ ഒപ്പം ഒരു ഇന്ത്യൻ CB കളിക്കേണ്ടി വരും. അതായിരിക്കും ഞാൻ പ്രിഫർ ചെയ്യണത്. കാരണം എൻ്റെയും വിവേക് ബ്രോയുടെയും കോണയുടെ റേറ്റിംഗ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ട്വിറ്ററിൽ ഞങ്ങളെ ഫോളോ ചെയ്യുന്നവരെല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ കോണയെ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് കിബുവിന് നിർബന്ധമാണെങ്കിൽ കോണയും കോസ്റ്റയും
വിസന്റെ ജുവാന്റെ നമ്മൾ മിക്കവാറും ഫക്കുണ്ടേനെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ സഹല് നമ്പർ 10 ആയിട്ട് കളിക്കണം. ആ ഒരു ഇത് രണ്ടുമാണ് എനിക്ക് പറയാനുള്ളത്. ഇതായിരിക്കും മിക്കവാറും നമ്മൾ പോകുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കോസ്റ്റയുടെ ഒപ്പം ജീക്സനെ ഒരു CB ആയിട്ട് കളിപ്പിക്കുകയോ ജീക്സൺ ഒരു പക്കാ CB ആവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എനിക്ക് പണ്ട് തൊട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ജീക്സനെ CB ആയിട്ട് പരീക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്ക്വാഡിൽ CBs ഉണ്ട് കേട്ടോ. ഹക്കു ഉണ്ട്, സന്ദീപ് ഉണ്ട്. റുവത്താര എന്നുള്ള എക്സ്പെരിമെന്റ് മാറ്റി വെച്ചിട്ട് ഈ CB കളിക്കുന്ന പ്ലേയേഴ്സിനെയൊക്കെ കളിപ്പിക്കുക. അല്ലെങ്കിൽ ജീക്സനെ ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് എടുക്കട്ടെ. അതാണ് എനിക്ക് നോക്കിയിട്ട് പറയാനുള്ളത്. കഴിഞ്ഞ കളിയിൽ ജീക്സൺ നന്നായി കളിച്ചില്ലേ? ജീക്സൺ കയറി വന്നിട്ട് നന്നായിട്ട് കളിച്ചു. ജീക്സന്റെ ഒരു ക്ലിയറൻസും ഉണ്ടായിരുന്നു. അത് ഫൈനൽ ഒരു എനിക്ക് തോന്നുന്നു അവസാനത്തെ 10 മിനിറ്റ് സമയത്ത് ആള് ഭയങ്കര ഹൈ ആയിട്ട് കളിച്ചോണ്ടിരുന്ന ആളാണ്. പക്ഷെ ബാക്കിലോട്ട് ഓടി വന്ന് ഒരു ക്ലിയറൻസ് ഉണ്ടായിരുന്നു. ആള് നല്ല ഡിഫെൻസീവ് പ്ലെയർ ആണ്, നല്ലൊരു ഓപ്ഷൻ ആണ്. അല്ല, ഞാൻ പറഞ്ഞതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജീക്സൺ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീക്സന്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയണത് ഒരു മിഡ്ഫീൽഡിൽ കളിക്കുമ്പോൾ ജീക്സന്റെ ഒരു പാസിങ് എനിക്ക് കുറച്ച് ഒരു ഡെഫിഷ്യൻസി ആയിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ ജീക്സൺ ഒരു CB ആയിട്ട് കളിക്കുകയാണെങ്കിൽ ഇപ്പോഴുള്ള പാസിങ് മതി. അതാണ് ജീക്സൺ പിന്നെ ഹൈറ്റ് ഉണ്ട്, ഏരിയൽ ബോൾ ക്ലിയർ ചെയ്യാൻ പറ്റും, ജീക്സണ് ഡ്രിബിൾ ചെയ്ത് കയറാൻ പറ്റും. കാരണം മിഡ്ഫീൽഡിൽ കളിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ജീക്സണ് ഡ്രിബിൾ ചെയ്ത് കയറാൻ പറ്റും. ഒരു നല്ലൊരു CB ആയിട്ട് വേണമെങ്കിൽ പരീക്ഷിക്കാവുന്നതാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പം നിങ്ങൾ ഹാപ്പിയാണോ കൃഷ്ണൻ ബ്രോ നമ്മുടെ റീപ്ലേസ്മെന്റ്? അല്ല, ഞാൻ ആദ്യം ട്വീറ്റ് ചെയ്തത് ഒരു സ്ട്രൈക്കറിനെ സൈൻ ചെയ്യാണ്. അതാ ഞാൻ ചോദിച്ചത്. അല്ല, ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുട്ബോൾ ഗെയിം ജയിക്കണമെങ്കിൽ നമ്മൾ ഗോൾ അടിക്കണം. അപ്പോൾ ഞാൻ ആദ്യം ട്വീറ്റ് ചെയ്തത് സിഡോയ്ക്ക് പകരം ഒരു സ്ട്രൈക്കറിനെ കാരണം എനിക്ക് ഹൂപ്പർ കളിക്കുമോ എന്നൊക്കെ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. ചിലപ്പോൾ ഞാൻ പറയണതൊക്കെ തെറ്റായിരിക്കും കേട്ടോ. ചിലപ്പോൾ ഹൂപ്പറൊക്കെ ഭയങ്കരമായിട്ട് ഇനി അടിച്ച് കയറാവുന്നുള്ളൂ. പക്ഷേ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. ഞാനൊരു സ്ട്രൈക്കറാണ് ഉദ്ദേശിച്ചത്. പക്ഷെ കുഴപ്പമുണ്ടാവില്ല. പ്ലെയർ നല്ലതാണ് കേട്ടോ. ജുവാന്റെ എന്നുള്ള പ്ലെയർ നല്ലതാണ്, എനിക്ക് തെറ്റു പറയാൻ പറ്റില്ല. അവരുടെ ഒരു റീസണിങ്ങും ഇതാണെന്നാണ് എനിക്ക് തോന്നണത്. കാരണം അവർക്ക് ഹൂപ്പറിലും മുറയിലും ഒക്കെ ഭയങ്കര ട്രസ്റ്റ് ഉണ്ട്, ഗോൾ അടിച്ച് കയറ്റുന്നുള്ളത്. അതിന്റെ പേരിലാണ് അവർ ഇത് ചെയ്തേക്കണത്. അല്ലെങ്കിൽ എനിക്ക് ഹൂപ്പറിൽ ആ ട്രസ്റ്റ് ഇല്ല കേട്ടോ, സത്യമായിട്ട് പറയാലോ. ഇനി ഞാൻ വേണമെങ്കിൽ മുറേനെ കളിപ്പിക്കാം. അവൻ ആകെ കളിച്ചത് എത്രാണ്ട് കുറച്ച് മിനിറ്റ് എങ്ങാണ്ടും കളിച്ചിട്ടുള്ളൂ. എന്നെ ഇമ്പ്രസ് ചെയ്തു മുറേ. എനിക്ക് ഹൂപ്പർ കളിച്ചതിനായിട്ട് കൂടുതൽ എനിക്ക് മുറേ കളിച്ചതാണ് ഇഷ്ടപ്പെട്ടത്. നമുക്ക് നോക്കാം. ഇതിപ്പോ ഈ സീസൺ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. അപ്പൊ നേരത്തെ കൃഷ്ണൻ ബ്രോ പറഞ്ഞതുപോലെ ഇപ്പോ പുതുതായിട്ട് ഈ ജുവാന്റെ കൂടെ നമ്മുടെ ടീമിന്റെ 11ലോട്ട് വരുന്നുള്ള സ്ഥിതിക്ക് നമ്മൾ മോസ്റ്റ്ലി ഇനിയിപ്പോ കളിക്കാൻ പോകുന്നത്, നമ്മൾ ഇനി ഫോർമേഷൻ ഒരു പെർമനന്റ് ഒരു ഫിക്സ്ഡ് ഫോർമേഷൻ ആയിരിക്കും. അത് 4-2-3-1 ആയിരിക്കും. കാരണം രണ്ട് ഡിഫെൻസീവ് മിഡ്ഫീൽഡേഴ്സ്, അപ്പൊ 2 ഡിഫെൻസീവ് മിഡ്ഫീൽഡേഴ്സ് വരുന്നു. പിന്നെ നമ്മുടെ ഇതുപോലെ ഫക്കുണ്ടോ അറ്റാക്കിൽ വരുന്നു. പിന്നെ അറ്റ്ലീസ്റ്റ് ഒരു ഡിഫൻഡർ എങ്കിലും ഫോറിൻ വരുന്നു. അപ്പൊ എങ്ങനെ പോയാലും നമുക്കൊരു 1 മാൻ ഫോർവേഡ്, അതായത് ലോൺ സ്ട്രൈക്കർ സിസ്റ്റമില് നമുക്ക് ഇനി കളിക്കാൻ പറ്റുള്ളൂ. ഈ ജുവാന്റേനെയും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്ത ഒരു 11 ഉണ്ടാക്കിയാൽ നമുക്ക് 1 മാൻ സ്ട്രൈക്കർ സിസ്റ്റമിലെ കളിക്കാൻ പറ്റുള്ളൂ. അപ്പോ ഈ ഹൂപ്പർ മറേ ഒരുമിച്ച് കളിക്കണം എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കളയണമെങ്കിൽ, അല്ലെങ്കിൽ അത് ഫോർഗെറ്റ് ചെയ്യണമെങ്കിൽ എന്താ പറയാ, ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഹൂപ്പറിനെയാണ് ഫസ്റ്റ് ചോയ്സ് സ്ട്രൈക്കർ ആയിട്ട് സൈൻ ചെയ്തേക്കുന്നത്. ഇപ്പോ പലരും പറയുന്നു ഹൂപ്പർ ഷൈൻ ചെയ്യണമെങ്കിൽ കൂടെ ഒരാൾ വേണം, അപ്പൊ ഹൂപ്പർ മറ ഒരുമിച്ച് കളിക്കേണ്ടി വരും. അല്ലെങ്കിൽ അപ്പൊ ഈ വൺ മാൻ സ്ട്രൈക്കർ സിസ്റ്റം കളിക്കുമ്പോ ഒന്നുകിൽ ഹൂപ്പർ അല്ലെങ്കിൽ മറയാവും. അപ്പൊ അവരുടെ ഇടയിൽ ആരെ കളിപ്പിക്കാനായിരിക്കും ബ്രോക്ക് അനുസരിച്ച് ക്ലബിന്റെ ഒരു ഡിസിഷൻ ആരെ കളിപ്പിക്കാനായിരിക്കും? അത് ഹൂപ്പറിനെ ആയിരിക്കും. പക്ഷെ എന്റെ ഡിസിഷൻ മുറയായിരിക്കും. അതാണ് ഡിഫറൻസ്. പിന്നെ ഇപ്പൊ അങ്ങനെ നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല. 2 സ്ട്രൈക്കർ സിസ്റ്റം വീണ്ടും കളിപ്പിക്കാം.
അപ്പൊ നമ്മള് ഒന്നിലെ വിസന്റേനെ അല്ലെങ്കിൽ ഫക്കുണ്ടേനെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അതേപോലെ നമുക്ക് ആൾക്കാരുണ്ട്. ഇപ്പൊ വിസന്റയുടെ ആ 8 കളിക്കുന്ന പൊസിഷനിൽ നമുക്ക് ഇന്ത്യൻ പ്ലേയേഴ്സ് കളിക്കാൻ ആൾക്കാരുണ്ട്. നമുക്ക് പൂട്ടിയുണ്ട്, നമുക്ക് വേണമെങ്കിൽ രോഹിത്തിനെ കളിപ്പിക്കാം, ജീക്സനെ കളിപ്പിക്കാം. അവിടെ നമുക്ക് കളിക്കാൻ ഇന്ത്യൻ പ്ലേയേഴ്സ് ആൾക്കാരുണ്ട്. അപ്പൊ അത് വേണമെങ്കിൽ സാക്രിഫൈസ് ചെയ്യാം. പിന്നെ ഫക്കുണ്ടേനെ സാക്രിഫൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെയും സഹലുണ്ട്, പൂട്ടിയുണ്ട്. പൂട്ടിയും നമ്പർ 10 ആയിട്ട് കളിക്കും. പിന്നെ ഗീവ്സൺ സിംഗ് ഉണ്ട്, ഇതുവരെ ചാൻസ് കിട്ടിയിട്ടില്ല, നല്ല പ്ലെയർ ആണ്. അപ്പൊ അതിന് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. കിബുവിന് ഓപ്ഷൻസ് ഒരുപാടുണ്ട്, അതില്ലാന്ന് പറയാൻ പറ്റില്ല. 2 സ്ട്രൈക്കർ സിസ്റ്റം കളിക്കാന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനനുസരിച്ച് നമ്മൾ ഓപ്ഷൻസ് എടുക്കണം എന്നുള്ളൂ. പക്ഷെ ഇവരെല്ലാരും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് 2 സ്ട്രൈക്കർ സിസ്റ്റം പറ്റില്ല. അത് മാത്രമല്ല, എനിക്ക് തോന്നണില്ല കിബു സിസ്റ്റം അങ്ങനെ ഫുള്ളായിട്ട് മാറ്റുന്നു. കാരണം ഒരു 6 കളിയായിട്ട് പുള്ളി 95% പുള്ളി കളിച്ചത് ഒരു 4-2-3-1 ആണ്. രോഹിത്തും ജീക്സണും ഒക്കെ കളിച്ചുകൊണ്ടിരുന്ന ഒരു DMF ആയിട്ട് തന്നെയാണ്. ഒരു രണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡ് വെച്ചാൽ പുള്ളി കളിച്ചേക്കണം മൊത്തം. അപ്പൊ എനിക്ക് സിസ്റ്റം മാറ്റുന്ന തോന്നണില്ല. ഞാൻ ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 3-5-2 കളിച്ചിരുന്നെങ്കിൽ ഈ സ്കോഡ് സെറ്റപ്പ് ആയേനെ എന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി അതൊന്നും മാറ്റുന്നില്ല. പുള്ളി 4-2-3-1 തന്നെയാണ് പുള്ളിയുടെ മെയിൻ സിസ്റ്റം. അത് നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പുള്ളി എന്ന് പറയുന്നത് കോച്ചാണല്ലോ, പുള്ളി ട്രെയിനിങ്ങും ഇതൊക്കെ വെച്ചിട്ടാണ് പുള്ളി ചെയ്യുന്നത്. അപ്പോൾ പുള്ളി വിശ്വസിക്കുന്ന സിസ്റ്റം അതാണ്. അപ്പോൾ അതിൽ തന്നെ ഫ്രണ്ടിലോട്ട് പോകാനാണ് പുള്ളിയുടെ പ്ലാൻ. ഇനി അടുത്തത് എനിക്ക് രണ്ടുപേരോടും കോമൺ ആയിട്ട് ഒരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. നിങ്ങൾ രണ്ടുപേരും ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്ക് ജുവാൻഡേനെ പുതിയ പ്ലെയർ ആയിട്ട് കിട്ടി. അപ്പൊ ജുവാൻഡേനെ ഉൾപ്പെടുത്തി നിങ്ങളുടെ മനസ്സിലെ ബെസ്റ്റ് ലൈനപ്പ് എന്താന്ന് നിങ്ങൾ ഒരുപാട് ആലോചിക്കരുത്, വേഗം പറയണം. നിങ്ങളുടെ രണ്ടുപേരും പറയണം. ജുവാൻഡേനെ ഉൾപ്പെടുത്തണം, അത്രേ ഉള്ളൂ. വേറെ കണ്ടീഷൻ ഒന്നും ഇല്ല. പുതിയ പ്ലെയർ എങ്ങനെ ടീമിലോട്ട് സ്ലോട്ടിൻ ആവും എന്ന് ഫാൻസിന് എളുപ്പം മനസ്സിലാക്കാൻ ഒരു ഉപാധി പോലെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. രണ്ടുപേരും ഓരോ ലൈനപ്പ് വെച്ചൊന്ന് പറയാമോ? അൽബീനോ, റൈറ്റ് ബാക്ക് ഋത്തിക് ദാസ്. ഓക്കെ, സർപ്രൈസ് ആയി പോലെ നമുക്ക് അതിലോട്ട് കടക്കാം. ആദ്യം ടീം ഫുള്ള് പറയട്ടെ. റൈറ്റ് ബാക്ക് ഋത്തിക് ദാസ്, പിന്നെ റൈറ്റ് CB ജീക്സൺ, ലെഫ്റ്റ് CB കോസ്റ്റ, ലെഫ്റ്റ് ബാക്ക് നിഷു, ജുവാൻഡെ, വിസന്റെ, ഫക്കുണ്ടോ, രാഹുൽ KP റൈറ്റ് വിങ്, സഹല് ലെഫ്റ്റ് 10, മുറേ സ്ട്രൈക്കർ. ഓക്കെ, ഇനി വിവേകേട്ടൻ പറയും. എനിക്ക് ഓൾമോസ്റ്റ് സെയിം ടീം തന്നെയാണ്. എനിക്ക് ഋത്വിക്കിന് പകരം നമ്മുടെ യൂഷ്വൽ കളിക്കുന്ന എന്താണ് ജസൽ. നിഷു റൈറ്റ് ബാക്കും ജസല് ലെഫ്റ്റ് ബാക്കും ആണോ? ഇത് സ്വാപ്പ് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ. അപ്പൊ ഇനി കൃഷ്ണൻ ബ്രോയിലോട്ട് തിരിച്ചു വരട്ടെ. ആ ഒരു എന്തായാലും അത് ആദ്യമേ കേൾക്കുമ്പോ തന്നെ ഇതിപ്പോ ഈ എപ്പിസോഡ് ഫാൻസ് കേൾക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കാൻ പോകുന്ന അതാണ്, എന്താണ് ഈ റൈറ്റ് ബാക്കിൽ ഋത്വിക് ദാസും ലെഫ്റ്റ് ബാക്കിൽ നിഷു കുമാറും വരുന്നത്. അതായത് ആസ് ഒപ്പോസ് ടു കിബൂസ് യൂഷ്വൽ സിസ്റ്റം, കിബു റൈറ്റ് ബാക്കിലാണ് നിഷുവിനെ കളിപ്പിക്കുന്നത്, ലെഫ്റ്റ് ബാക്കിൽ ജസലിനെയാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്നൊരു ചേഞ്ച് എന്തുകൊണ്ടാണ് കൃഷ്ണൻ ബ്രോന്റെ ലൈനപ്പിൽ വന്നത്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഋത്വിക് ദാസ് കഴിഞ്ഞ പ്രാവശ്യം റിയാൽ കാശ്മീരിന് കളിച്ചത് മൊത്തം റൈറ്റ് വിങ്ങിലാണ്. അവൻ എനിക്ക് തോന്നാനുള്ള ഒരു റൈറ്റ് വിങ്ങിൽ നമുക്ക് രാഹുൽ KP പോലെ കളിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നാനുള്ള, കുറച്ചും കൂടി ഡിഫെൻസീവ് മൈൻഡഡ് ആണ്. അപ്പൊ ഇവനെ സൈൻ ചെയ്തപ്പോ തന്നെ ഞാൻ വിചാരിച്ചത് ഓക്കെ, നമ്മൾ സൈനിങ് ആസ് എ RB ബാക്കപ്പ് എന്നുള്ള രീതിയിലാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഞാനും ഇതേപോലെ നിഷു RB, ജസൽ LB എന്നുള്ള ഇതിലായിരുന്നു, ഷിപ്പിലായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു 2-3 കളി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നിഷുയുടെ ക്ലിപ്സ് എടുത്ത് നോക്കും, നിഷു മാത്രം കളിക്കുന്നത് നോക്കും. നിഷു എപ്പോഴും ഒരു ഫുട്ടിലെടുത്തിട്ട് ബോൾ എടുത്തിട്ട് അടുത്ത ഫുട്ടിലേക്ക് കൊടുത്തിട്ടാണ് ക്രോസ് ചെയ്യുന്നത് റൈറ്റ് സൈഡിൽ. അവൻ ആകെ ഒരു 60 മിനിറ്റ് എങ്ങാണ്ടും ലെഫ്റ്റ് ബാക്ക് കളിച്ചു. ആ കളി നന്നായിട്ട് കളിക്കുകയും ചെയ്തു. ഈ ഒരു ഫുട്ടിൽ നിന്ന് അടുത്ത ഫുട്ടിലേക്ക് മാറ്റുന്ന ടൈം മതി അപ്പുറത്തെ ഓപ്പോസിഷൻ ഡിഫൻഡേഴ്സിന് സെറ്റ് ചെയ്യാൻ ആ ക്രോസിംഗ് എന്നുള്ള ഒരു ത്രെറ്റ് ഇല്ലാതാക്കാൻ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് എനിക്ക് നിഷുവിനെ ലെഫ്റ്റിൽ കളിപ്പിക്കണം എന്നുള്ളൊരു
ഇത് വരുന്നത്. കാരണം നിഷുവിനെ നമ്മൾ സൈൻ ചെയ്തിരിക്കുന്നത് ഡിഫൻസിന് വേണ്ടിയിട്ടല്ല. നിഷുവിനെ നമ്മൾ സൈൻ ചെയ്തിരിക്കുന്നത് ഒഫൻസീവ് ഇൻപുട്ടിനാണ്. നിഷുയുടെ ക്രോസസ് വരണം, നിഷുയുടെ ഔട്ട് ഓഫ് ദ സൈഡ് ബോക്സിൽ നിന്നുള്ള ഷോട്ട്സ് വരണം. അതിന് നിഷു എവിടെ കളിക്കണം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ നിഷുവിനെ ഡിഫൻഡർ ആക്കിയിട്ട് കാര്യമൊന്നുമില്ല. നിഷുയുടെ ക്രോസസ് അവിടെ വന്നാലേ ചിലപ്പോൾ ഹൂപ്പറിനെയും കളിപ്പിക്കാൻ പറ്റും. കാരണം ഹൂപ്പർ ക്രോസസിൽ ത്രൈവ് ചെയ്യുന്ന പ്ലെയറാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് നിഷുവിനെ ലെഫ്റ്റിൽ കളിപ്പിക്കണം എന്ന് ഇത് പറയണം. അല്ലെങ്കിൽ നിഷു ഇമ്പ്രൂവ് ആവണം. നിഷു ആ ഒരു സെക്കൻഡ് ടച്ച് എടുക്കാൻ പാടില്ല ക്രോസ് ചെയ്യണതിന് മുമ്പ്. ഫസ്റ്റ് ടച്ച് ക്രോസ് ആയിരിക്കും. അപ്പൊ നമുക്ക് റൈറ്റ് ബാക്കിൽ ഇപ്പൊ മറ്റു ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഇപ്പൊ പ്രശാന്ത് ഉണ്ടല്ലോ. പ്രശാന്ത് ഉണ്ട്. അപ്പൊ വൈ ഡു യു പ്രിഫർ എന്താ പറയാ ഋത്വിക് ഓവർ മേ ബി പ്രശാന്ത്? പ്രശാന്ത് ഭയങ്കര വർക്ക് റേറ്റ് ആണ്. പിന്നെ പ്രശാന്ത് ഫൈനൽ ബോള് ചിലപ്പോ കറക്റ്റ് ആയിട്ട് വരില്ല. അതൊരു പ്രശാന്തിന്റെ ഒരു ഇതാണ്. പ്രശാന്ത് ഇമ്പ്രൂവ് ചെയ്യേണ്ടതാണ്. പിന്നെ ചിലപ്പോ റൈറ്റ് വിങ്ങിൽ നിന്ന് കുറച്ച് റൺസ്, അതായത് നമ്മ ഡിഫെൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ റൺസ് മിസ് ചെയ്യാൻ പ്രശാന്തിന് ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ പ്രശാന്ത് ഒരു ഓപ്ഷൻ ആണ്. നമുക്ക് ഒരു 30 മിനിറ്റ് ഒക്കെ കളിപ്പിക്കാം. പക്ഷെ ഒരു 90 മിനിറ്റ് കളിപ്പിച്ചാൽ അതൊരു റിസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് റൈറ്റ് ബാക്ക് ആയിട്ട്. അല്ലെങ്കിൽ പ്രശാന്ത് ഞാൻ പറഞ്ഞ 2 കാര്യങ്ങളിൽ ഇമ്പ്രൂവ് ചെയ്യണം. ഇമ്പ്രൂവ് ചെയ്താൽ കുഴപ്പമില്ല. ഋത്വിക്ക് എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു തോന്നൽ മാത്രമാണ്, ഞാൻ ഇതുവരെ റൈറ്റ് ബാക്ക് ആയിട്ട് കളിച്ച് കണ്ടിട്ടില്ല. റൈറ്റ് വിങ് ബാക്ക് ആയിട്ട് കളിച്ചിട്ടുണ്ട് റിയൽ കാശ്മീരിന്. പക്ഷെ എനിക്ക് തോന്നുന്നു പുള്ളിക്ക് കളിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഋത്വിക്കിന് ഡെലിവറി ഉണ്ട് കേട്ടോ. നല്ല ഡെലിവറിയാണ്, നല്ല ക്രോസ് ആണ്. അപ്പോൾ റൈറ്റ് ബാക്കിൽ നിന്ന് ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ടച്ചിൽ ക്രോസ് ചെയ്യാൻ പറ്റും. ഞാൻ ഓർമ്മയുണ്ടെങ്കിൽ ATK MBയിൽ ജിങ്കാന നന്നായിട്ട് വളച്ചു ഋത്വിക്ക്. ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓടിച്ചു. ലാസ്റ്റ് ബോൾ കിട്ടിയില്ല എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉണ്ടാവുള്ളൂ. ഫൈനൽ തേർഡിൽ പക്ഷേ പുള്ളി അത്ര ഇത് ഉണ്ടായിരുന്നില്ല. ഫൈനൽ തേർഡിൽ അത് വിങ്ങറായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എഫിഷ്യന്റ് അല്ലായില്ല. പക്ഷെ നമ്മൾ റൈറ്റ് ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ എഫിഷ്യൻസി മതി. അതാണ് പ്ലെയർ ഒരു ഡിഫൻസീവിലേക്കും, അതാണ് ജീക്സന്റെ ഇത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്രയും നേരം കേട്ടതാണ് നമ്മുടെ പുതിയ സൈനിങ് ആയ ജുവാന്റെ പറ്റിയുള്ള വിശേഷങ്ങളും. അപ്പോ ആ ഒരു പുതിയ പ്ലെയർ നമ്മുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ എങ്ങനെ സ്റ്റാർട്ടിംഗ് 11 സ്ലോട്ട് ഇൻ ചെയ്യുമെന്നും ഒക്കെയുള്ള വിശേഷങ്ങളാണ് നിങ്ങൾ ഇത്രയും നേരം കേട്ടത്. അപ്പോ ഇനിയിപ്പോ ബാക്കിയുള്ളതെല്ലാം ആള് ഗോവയിൽ വന്ന് ക്വാറന്റൈൻ 14 ദിവസത്തെ മാൻഡേറ്ററി ക്വാറന്റൈൻ എന്തായാലും പ്ലെയർ കംപ്ലീറ്റ് ചെയ്താലേ ഫീൽഡിലോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോ 14 ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തതിന് ശേഷം ആളുടെ ട്രെയിനിങ്ങിനെ പറ്റിയുള്ള ഫസ്റ്റ് ഇംപ്രഷൻസ് നമുക്ക് ഇതുപോലെ പ്രസ് കോൺഫറൻസുകൾ വഴിയും അതുപോലെയൊക്കെ മറ്റു സോഴ്സസ് വഴിയും നമുക്ക് എന്തായാലും അതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ എല്ലാം കിട്ടും. അപ്പൊ ബാക്കി ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള രീതിയിലുള്ള ഐഡിയാസ് എല്ലാം ഞങ്ങൾ നല്ല രീതിയിൽ ഞങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ബാക്കിയുള്ള ഇംപ്രഷൻസ് എല്ലാം ഇനി നമുക്ക് പിച്ചിൽ കാണാം. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഗോഡ്സ് ഓൺ ഫുട്ബോളിന്റെ സ്പെഷ്യൽ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇത്രയും കാലം ഇത്രയും ദിവസം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾക്ക് തന്ന സപ്പോർട്ട് ഇനിയും കണ്ടിന്യൂ ചെയ്യണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അതുപോലെ നമ്മളെ സോഷ്യൽ മീഡിയയിലെല്ലാം ഫോളോ ചെയ്യുക. ഞങ്ങൾ ഫേസ്ബുക്കിലുണ്ട്, ട്വിറ്ററിലുണ്ട്, ഇൻസ്റ്റഗ്രാമിലുണ്ട്, യൂട്യൂബിലും ഉണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന്റെ ഇടയിൽ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഇനിയും പല വിശേഷങ്ങളും പല ഇൻഫർമേഷനുമായി ഞങ്ങൾ വീണ്ടും വരും. സോ വി നീഡ് യുവർ സപ്പോർട്ട്. ഇനിയും ഞങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ടും എൻകറേജ്മെന്റും ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതേ എനർജിയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത് ഞങ്ങൾക്ക് നല്ലൊരു ഇൻസ്പിറേഷൻ ആണ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ ബൈ.